ഓം നമഃശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികൾക്കും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിൻ്റെ നമസ്കാരം. 2025 മാർച്ച് 12, 13, 14 തീയതികളിൽ വീട്, ഭൂമി, വാഹനം വാരിക്കൂട്ടും ഈ നാളുകാർ. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏത് നാളുകാരാണ് വാരിക്കൂട്ടുക എന്നുള്ളത് അറിയണം. അവർക്ക് വാരിക്കൂട്ടുവാനുള്ള യോഗം അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം എങ്ങനെയാണ് വന്നു ചേരുക എന്നുള്ളത് അറിയണം. നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകാം. 2025 മാർച്ച് മാസം 12-ാം തീയതി എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസമാണ്. ഈ 12-ാം തീയതി ബുധനാഴ്ച ദിവസം 2:17 AM, സൂര്യോദയത്തിന് മുമ്പുള്ള സമയമാണ്. 2:17 AM എന്ന് പറഞ്ഞ സമയത്ത് ചന്ദ്രൻ കർക്കിടകൻ രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചന്ദ്രൻ 2.25 ദിവസം കർക്കിടകൻ രാശിയിൽ നിന്നു. വീണ്ടും 2.25 ദിവസം ചിങ്ങൻ രാശിയിൽ നിൽക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കർക്കിടകൻ രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 12-ാം തീയതി 2:17 AM എന്ന് പറഞ്ഞ സമയത്ത് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ചില നാളുകാരുടെ ജീവിതത്തിൽ രാജയോഗം സംഭവിക്കുകയാണ്. അതെങ്ങനെയാണ്? ചന്ദ്രൻ അങ്ങോട്ട് മാറിയാൽ ഉടനെ രാജയോഗം സംഭവിക്കുക? ചന്ദ്രൻ പക്ഷബലമുള്ള ചന്ദ്രനാണ്. ചന്ദ്രന് 2 പക്ഷമുണ്ട് കേട്ടോ. കറുത്ത പക്ഷമുണ്ട്, വെളുത്ത പക്ഷമുണ്ട്. അത് കറുത്ത പക്ഷ ചന്ദ്രന് ബലമില്ല, വെളുത്ത പക്ഷ ചന്ദ്രനാണ് ബലം. അങ്ങനെ ബലമുള്ള പക്ഷബലമുള്ള ഒരു ചന്ദ്രനാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ പ്രവേശിക്കുമ്പോൾ ചിങ്ങൻ രാശിയുടെ അധിപനായ സൂര്യൻ 7-ാം ഭാവത്തിൽ കുംഭൻ രാശിയിൽ നിൽക്കുന്നു. പക്ഷെങ്കിൽ കുംഭൻ രാശി വിട്ട് മീനൻ രാശിയിലേക്ക് പോകാൻ തയ്യാറെടുത്താണ് സൂര്യൻ നിൽക്കുന്നത്. എങ്കിലും ആ സൂര്യൻ്റെ ഒരു ദൃഷ്ടി ചിങ്ങൻ രാശിയിലേക്കുണ്ട്. നമുക്കെപ്പോഴും നമ്മുടേതായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം, ചിന്ത വേണം എന്ന് പറയുന്നത് പോലെ ഓരോ ഗ്രഹങ്ങൾക്കും അവരുടെ രാശിയിലേക്ക്, സ്വന്തം രാശിയിലേക്ക് അല്ലെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് ഒരു ദൃഷ്ടി ഉള്ളത് നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. നമുക്ക് നമ്മുടെ മക്കളുടെ മേലൊരു ദൃഷ്ടി വേണം, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മേൽ ദൃഷ്ടി ഉണ്ടാകണം, ഭർത്താവിന് ഭാര്യയുടെ മേൽ ദൃഷ്ടി ഉണ്ടാകണം. അങ്ങനെ നമുക്കുള്ളതിൻ്റെ എല്ലാം മേൽ നമുക്കൊരു ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം, ഒരു കരുതൽ, ഒരു ചിന്ത വേണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ മീനൻ രാശിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഈ സ്വക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കൊരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ അത് എപ്പോഴും നല്ലതാണ്. ജ്യോതിഷത്തിൽ പറയുന്നത് ലഗ്നാധിപന് ലഗ്നഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളത് ലഗ്നത്തിൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ലഗ്നാധിപൻ, ഇപ്പം ധനു ലഗ്നമാണെങ്കിൽ ധനു ലഗ്നത്തിൻ്റെ അധിപൻ വ്യാഴം. ആ വ്യാഴം ഏതെങ്കിലും ഭാവത്തിൽ നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ആ ലഗ്നത്തിന് ബലമുണ്ടാകുന്നു, ലഗ്നത്തിന് ബലം വർദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ നിന്നാൽ, ഇപ്പോൾ ധനു ലഗ്നത്തിൽ ജനിക്കുന്ന ഒരു ജാതകന് ഗ്രഹനിലയിൽ വ്യാഴം മിഥുനൻ രാശിയിലാണ്, 7-ാം ഭാവത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ലഗ്നം കൊണ്ട് ബലമുണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ജാതകർക്ക്, അങ്ങനെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ജാതകർക്ക് ഈ ലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ ആ കൂറിൻ്റെ അധിപനായ സൂര്യൻ്റെ ദൃഷ്ടി വന്നു ചേരുന്നത് കൊണ്ട് ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നേട്ടം ഉള്ള സമയത്താണ് ചന്ദ്രൻ, പക്ഷബലമുള്ള ചന്ദ്രൻ ഈ ചിങ്ങൻ രാശിയിലേക്ക് കടന്നു വരികയും അവിടെ ഒരു രാജയോഗം സംഭവിക്കുകയും ചെയ്യുന്നു. രാജയോഗം എന്ന് പറഞ്ഞാൽ വലിയൊരു രാജയോഗം തന്നെയാണ്. ആ രാജയോഗത്തിൻ്റെ നേട്ടം കൊണ്ടാണ് ഈ നാളുകാർക്ക്, അതായത് ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് വീട്, ഭൂമി, വാഹനമൊക്കെ വാരിക്കൂട്ടുവാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ എന്തിനാണ് വാരിക്കൂട്ടുക എന്ന് നമ്മൾ ചിന്തിക്കും. വാരിക്കൂട്ടുന്നവരുണ്ട്, അതിൻ്റെ കാരണം പറഞ്ഞു തരാം. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അന്യദേശത്തൊക്കെ ഉള്ളവർക്ക് അവിടെ ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. വലിയ ഭീമമായ വാടകയൊക്കെ കൊടുത്ത് താമസിക്കുന്നതിൽ പകരം സ്വന്തമായിട്ട് ഫ്ലാറ്റ് വാങ്ങിക്കുന്നവരുണ്ട്, വില്ല വാങ്ങിക്കുന്നവരുണ്ട്, ഭൂമിയൊക്കെ മേടിച്ച് വീട് പണിയുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അവിടെയും വാഹനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്നിൽ കൂടുതൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ വാഹനം വാങ്ങിക്കുന്നവരുണ്ട്, മക്കൾക്കും ഓരോ വാഹനം വാങ്ങിക്കുന്നു. അങ്ങനെ വാഹനങ്ങളൊക്കെ വാരിക്കൂട്ടുന്നവരുണ്ട്. അതുള്ള കാര്യം തന്നെയാണ്, സത്യമായ കാര്യം തന്നെയാണ്. നാട്ടിലും അതുപോലെ നല്ല വീടുണ്ട്, ബംഗ്ലാവുണ്ട്, കൊട്ടാരമുണ്ട്, നല്ല സൗകര്യമുള്ള ആർഭാടമുള്ള വീടുകളൊക്കെ ഉണ്ട്, നാട്ടിലുമുണ്ട്. അതും അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ ആൾക്കാരെയൊക്കെ നിർത്തി അതും പരിചരിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നവരുമുണ്ട്.
സ്വന്തമായിട്ടൊരു കടപ്പാടത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുട്ടുകുത്തി മെഴുകുതിരി കത്തിക്കുന്നവരുണ്ട്, മുട്ടുകുത്തി ക്ഷേത്രങ്ങളിൽ എഴയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേർച്ചകളും കാഴ്ചകളും വെച്ച് ജീവിക്കുന്നവരുണ്ട്. ഇതൊന്നും ചെയ്യാതെ തന്നെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുക, അവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യോഗം കൊണ്ടാണ്. ഇതുപോലെ ചന്ദ്രൻ ഇപ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് വന്നു. ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. കേസരി രാജയോഗം അല്ലെങ്കിൽ ഗജകേസരി രാജയോഗം എന്ന് പറയുന്ന രാജയോഗം വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രാജയോഗമുള്ളവർക്കാണ് ഇങ്ങനെയൊക്കെ വാരിക്കൂട്ടുവാൻ പറ്റുക. ഇപ്പോൾ ഈ മാർച്ച് 12, 13, 14 ഉച്ചയ്ക്ക് 12:21 വരെ സമയത്ത് ജനിക്കുന്ന ഉത്തരംകാൽ നക്ഷത്ര ജാതകർക്ക് വരെ, ആ കുട്ടികൾക്ക് വരെ ഗജകേസരി രാജയോഗമാണ്. മകം, പൂര, ഉത്തരംകാൽ നാൾ ജനിക്കുന്ന കുട്ടികൾക്ക് ഗജകേസരി രാജയോഗമാണ്. അവരുടെ ജീവിതത്തിൽ അവർ രാജാവിനെ പോലെ ജീവിക്കും. ധനവും ഭാഗ്യവും പ്രസിദ്ധിയൊക്കെ അവരുടെ കൂടെ നിൽക്കും. ശത്രുതയോ രോഗമോ കടമോ ഒന്നും അവർക്കുണ്ടാകത്തില്ല. 1000 പൂർണ്ണേന്ദ്രനെ കാണുവാനുള്ള ദീർഘായുസ്, നല്ല സുന്ദരമായ ശരീരം, ആരുടെ കൂടെ നിന്നാലും തലയെടുപ്പുള്ളൊരു മുഖഭാവം, അതൊക്കെ ഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു യോഗമാണ്. അതിനാണ് രാജയോഗം എന്ന് പറയുന്നത്. എന്നാൽ ജനിക്കുന്ന സമയത്ത് ഈ പറയുന്ന യോഗങ്ങളൊന്നും ഇല്ലാത്തവർ അവർ ജീവിക്കുമ്പോൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് സ്വന്തമായിട്ടൊരു കടപ്പാടമൊക്കെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കും. അങ്ങനെ അവർ പ്രാർത്ഥനയിൽ കൂടി തന്നെയായിരിക്കും ഇതെല്ലാം നേടിയെടുക്കുക. വിശ്വാസം കൊണ്ടാണ് നേടിയെടുക്കുക. എന്നാൽ ഈ പ്രാർത്ഥനയുമൊന്നുമില്ലാതെ വിശ്വാസമൊന്നുമില്ലാതെ ധനാഢ്യന്മാരായിട്ട് ആർഭാടത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ജനിക്കുന്ന സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. അവർക്ക് ആഡംബര വാഹനമുണ്ട്, ആഡംബര വീടുണ്ട്, ഒന്നിലധികം വീടുകളുണ്ട്, ഒന്നിലധികം വാഹനങ്ങളുണ്ട്, ഭൂമിയൊക്കെ പല സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിനൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ അവർ ജനിക്കുന്ന സമയത്തുള്ള പ്രത്യേകതകൾ കൊണ്ടാണ്. പ്രത്യേകതയില്ലാത്തവർ ഓരോ ദിവസവും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാണ് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കുക. അപ്പോൾ ഇതാണ് ജ്യോതിഷത്തിൽ കൂടി പറയുന്ന അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇവിടെ ഈ മാർച്ച് മാസം 12, 13, 14 തീയതികളിൽ ഗജകേസരി രാജയോഗം മകം, പൂര, ഉത്തരം കാൽ നാളുകാർക്കാണ് വന്നു ചേരുക. ഈ നാളുകാർ അവർ ജോലി സംബന്ധമായിട്ട് അന്യ സംസ്ഥാനങ്ങളിലോ അന്യദേശത്തോ ഒക്കെ ആണെങ്കിൽ എവിടെയാണെങ്കിലും അവർ വീട്, വാഹനം, ഭൂമിയൊക്കെ വാരിക്കൂട്ടും. അതിനുള്ള യോഗം ചെയ്ത ദിവസങ്ങളാണ് ഈ 3 ദിവസങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്കും അതിൻ്റേതായ യോഗമുണ്ട്. ഇപ്പോൾ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള രാജയോഗം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തൊഴിൽ പുരോഗതി, അവർക്ക് ധനവരവിനെ കൂടുതൽ ശക്തീകരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിൽ ആഗ്രഹം തോന്നും, പുതിയ വീട് മേടിക്കണമെന്നും വസ്തു വാങ്ങിക്കണമെന്നും വാഹനം വാങ്ങിക്കണമെന്നും. അതിൻ്റെ കാരണം 10ാം ഭാവത്തിൽ വ്യാഴം ഈ 2025 മെയ് മാസം 14 വരെ ബലവാനായിട്ട് നിൽക്കുന്നു. 10ാം ഭാവത്തിൽ തൊഴിൽപരമായിട്ടുള്ള രാജയോഗമാണ്. അപ്പോൾ അവർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം കിട്ടും. ഗവൺമെൻറ് ജോലി കിട്ടിയവരുണ്ട്, പ്രൊമോഷൻ കിട്ടിയവരുണ്ട്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ തൊഴിൽപരമായിട്ട് അനുഭവിക്കുന്നവരുണ്ട്, ഉന്നതമായ ശമ്പളം ലഭിക്കുന്നവരുണ്ട്. അപ്പോൾ കിട്ടാതെ പോയ സർവീസിൽ നാളിതുവരെയും കുടിശ്ശികയായിട്ട് കിടന്നതൊക്കെ ഒരുമിച്ച് കയ്യിൽ കിട്ടുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ കൊണ്ട് ഈ ജാതകരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ തീയതികളിൽ വീട്, ഭൂമി, വാഹനമൊക്കെ വാരിക്കൂട്ടും. അത് സത്യമായൊരു കാര്യമാണ്. ജ്യോതിഷത്തിൽ കൂടി പറയുന്ന കാര്യം. ഈ സമയങ്ങളിലാണ് ഇവർക്കൊക്കെ ഇത് വന്നു ചേരുക. എല്ലാ മനുഷ്യരിലും ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ദിവസമുണ്ടല്ലോ, ഒരു തീയതിയുണ്ട്. ആ തീയതിക്ക് ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഇപ്രകാരമുള്ള യോഗം ചെയ്യുന്ന നക്ഷത്രങ്ങളായിരിക്കും. അതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അത് പ്രാർത്ഥിച്ച് കിട്ടിയാലും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ നേർച്ച പറഞ്ഞ് കിട്ടിയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ മാർച്ച് മാസം 12, 13, 14 തീയതികളിൽ മകം, പൂര, ഉത്തരം കാൽ നാളുകാർക്കാണ് ഈ നേട്ടം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.